മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബൈബിൾ നൽകുന്ന വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കത്തോലിക്കാ സഭ വളരെ വ്യക്തമായ പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. മരണശേഷം ഒരു മനുഷ്യൻ്റെ ആത്മാവ് കടന്നു പോകുന്ന അവസ്ഥകൾ ഇപ്രകാരമാണെന്ന് സഭ പഠിപ്പിക്കുന്നു. 1 തനത് വിധി, 2 സ്വർഗം, 3 ശുദ്ധീകരണ സ്ഥലം, 4 നരകം, 5 ശരീരത്തിൻ്റെ ഉയർപ്പ്, 6 അന്ത്യവിധി, 7 പുതിയ ആകാശവും പുതിയ ഭൂമിയും. എന്താണ് തനത് വിധി? തനത് വിധി എന്നത് ഒരു മനുഷ്യൻ മരിക്കുന്ന നിമിഷം തന്നെ സംഭവിക്കുന്നതാണ്. ഇത് അന്ത്യവിധിയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് ഉടനെ തന്നെ സ്വീകരിക്കുന്ന അവസ്ഥയാണ് തനത് വിധി. ജീവിതകാലത്തെ അവൻ്റെ വിശ്വാസത്തിനും പ്രവൃത്തിക്കും അനുസരിച്ച് ലഭിക്കുന്ന പ്രതിഫലമാണിത്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നാം ഇപ്രകാരം കാണുന്നു. ആ ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ആ ധനികനും മരിച്ച് അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ലൂക്കയുടെ സുവിശേഷം 16-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഇവിടെ ഒരു കാര്യം യേശു വ്യക്തമായി പഠിപ്പിക്കുന്നു. ലാസറിൻ്റെയും ധനികൻ്റെയും തനത് വിധി അവരുടെ വിശ്വാസത്തിനും പ്രവൃത്തിക്കും അനുസരിച്ചുള്ള പ്രതിഫലം മരണം കഴിഞ്ഞ് ഉടനെ തന്നെ സംഭവിക്കുന്നു. മനുഷ്യനെ അവൻ്റെ മരണത്തിൽ ദൈവം തന്നിലേക്ക് വിളിക്കുന്നു. അത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1011-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തനത് വിധിയെ മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ ആഗ്രഹം മരിച്ച ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് എന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുന്നത്. വീണ്ടും യേശു കുരിശിൽ കിടന്നുകൊണ്ട് നല്ല കള്ളന് നൽകിയ വാഗ്ദാനം തനത് വിധിയെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നു. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടി പറുദീസയിലായിരിക്കും. ലൂക്കയുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. ഇവിടെ യേശു നല്ല കള്ളനോട് അന്ത്യവിധി ദിവസം പറുദീസയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും എന്നല്ല പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്നാണ്. സഭയുടെ പ്രബോധനം എന്താണെന്ന് നോക്കാം. പരിശുദ്ധാത്മാവ് തനത് വിധിയെക്കുറിച്ച് കത്തോലിക്കാ സഭയിലൂടെ നൽകുന്ന പ്രബോധനം ഇപ്രകാരമാണ്. ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന നിലയിലുള്ള മനുഷ്യജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ് ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തികൾക്കും വിശ്വാസത്തിനും അനുസൃതമായി പ്രതിഫലം സ്വീകരിക്കുമെന്ന് പുതിയ നിയമം പലപ്പോഴും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ദരിദ്രനായ ലാസറിൻ്റെ ഉപമയും ക്രിസ്തു കുരിശിൽ കിടന്ന് നല്ല കള്ളനോട് പറഞ്ഞ വാക്കുകളും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ മറ്റു പല ഭാഗങ്ങളും ആത്മാവിൻ്റെ ഭാഗധേയത്തെപ്പറ്റി ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാവുന്ന അന്തിമ ഭാഗധേയത്തെപ്പറ്റി പറയുന്നുണ്ട്. ജീവിത സായാഹ്നത്തിൽ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ പരിശോധിക്കപ്പെടും. ഓരോ മനുഷ്യനും തൻ്റെ മരണത്തിൻ്റെ നിമിഷത്തിൽ തന്നെ സ്വജീവിതത്തെ ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തി തൻ്റെ അമർത്യമായ ആത്മാവിൽ തൻ്റെ ശാശ്വത പ്രതിഫലം സ്വീകരിക്കുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയോ നേരിട്ടോ സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ നേരിട്ടുള്ളതും ശാശ്വതവുമായ ശിക്ഷയിലേക്കുള്ള പ്രവേശനം ആണ്. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1021, 1022 ഖണ്ഡികൾ. ബൈബിളും സഭയുടെ പ്രബോധനങ്ങളും ഒരു കാര്യം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മരണത്തിന് ശേഷം ഉടനെ തന്നെ ആത്മാവ് സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്ന 3 അവസ്ഥകളിൽ ഏതെങ്കിലും ഒരവസ്ഥ സ്വീകരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും പൂർണ്ണമായ വിശുദ്ധിയിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇപ്രകാരം പറയുന്നു, എന്നിൽ സജീവ ജലമുണ്ട്, എൻ്റെ ഉള്ളിൽ നിമന്ത്രിക്കുകയും പിതാവിൻ്റെ അടുക്കലേക്ക് വരിക എന്ന് മൊഴിയുകയും ചെയ്യുന്ന ജലം. തൻ്റെ മരണസമയത്ത് വിശുദ്ധ ആവിലായിലെ ത്രേസ്യ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു, എനിക്ക് അങ്ങയെ കാണണം, അതിനായി ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ സ്തെഫാനോസ് തൻ്റെ മരണസമയത്ത് ഇപ്രകാരം പറയുന്നതായി നടപടി പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവായ യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. നടപടിയുടെ പുസ്തകം 7-ാം അധ്യായം 56-59 വാക്യങ്ങൾ. മരണം മുന്നിൽ കണ്ട നിമിഷത്തിൽ
കൊച്ചു ത്രേസ്യ ഇപ്രകാരമാണ് പറഞ്ഞത്: ഞാൻ മരിക്കുകയല്ല, ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. മരണത്തെക്കുറിച്ചുള്ള ക്രൈസ്തവ വീക്ഷണം സഭയുടെ ആരാധനാക്രമത്തിൽ സവിശേഷമായി പ്രകാശിപ്പിക്കപ്പെടുന്നു. കർത്താവെ, അങ്ങേ വിശ്വസ്തരുടെ ജീവിതത്തിന് മാറ്റം വരുന്നു. അത് അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ ഭൗമിക വാസം അവസാനിക്കുമ്പോൾ സ്വർഗത്തിൽ ഞങ്ങൾ ശാശ്വതമായ വാസസ്ഥലം തേടുന്നു. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1012 ഖണ്ഡിക. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും എന്നാൽ പൂർണ്ണമായി വിശുദ്ധി പ്രാപിക്കുകയും ചെയ്യാത്ത വ്യക്തികൾ മരിക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലം എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതുവരെ അവർ ഈ അവസ്ഥയിൽ കഴിയുന്നു. ഈ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചിരിക്കുന്നവരായി നമ്മുടെ പ്രാർത്ഥനകളും ത്യാഗപ്രവൃത്തികളും ആവശ്യമായിട്ടുള്ളത്. എന്നാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും ദൈവത്തിൽ വിശ്വസിക്കാനും മാനസാന്തരപ്പെടാനും ജീവിതാവസാനം വരെ വിസമ്മതിച്ച് മാരകമായ പാപത്തിൻ്റെ അവസ്ഥയിൽ മരിക്കുന്ന ആത്മാക്കൾ മരണം കഴിഞ്ഞ് ഉടനെ തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ശമിക്കാത്ത അഗ്നിയുടെ സ്ഥാനമായ ഗേഹന്നയെപ്പറ്റി യേശു കൂടെ കൂടെ പറയുന്നുണ്ട് എന്ന വലിയ സത്യം നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ ലോക ജീവിതത്തെ നാം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. നിത്യതയുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എത്രയോ ചെറുതാണ്. എന്നാൽ ഈ ചെറിയ ജീവിതത്തിൽ നാം എന്ത് വിശ്വസിക്കുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മരണനിമിഷത്തെ ഭാഗധേയം നിശ്ചയിക്കുന്നത്. മരണത്തിൻ്റെ മണിക്കൂറിനായി നമ്മെ തന്നെ ഒരുക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ യേശുക്രിസ്തുവിലൂടെ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കാനും തിരസ്കരിക്കാനും ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിനുവേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. അതിനായി നമുക്ക് ചിന്തിക്കാം. ഇന്ന് നാം മരിച്ചാൽ നമ്മുടെ ആത്മാവിൻ്റെ തനതു വിധി എന്തായിരിക്കും? സ്വർഗമോ ശുദ്ധീകരണ സ്ഥലമോ അതോ ശരീരവും ആത്മാവും നഷ്ടപ്പെടുന്ന നരകമോ? മരണം മനുഷ്യൻ്റെ ഭൗമിക തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്ക് അനുസരണമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സമയത്തിൻ്റെയും അന്ത്യമാണ് മരണം. ഭൗമിക ജീവിതത്തിൻ്റെ ഒരേ ഒരു യാത്ര പൂർത്തിയായി കഴിയുമ്പോൾ നാം മറ്റു ഭൗമിക ജീവിതത്തിലേക്ക് തിരിക്കുന്നില്ല. മനുഷ്യൻ ഒരിക്കൽ മരിക്കണമെങ്കിൽ ഇന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മരണത്തിന് ശേഷം പുനർജന്മമില്ല. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1013 ഖണ്ഡിക എന്ന് സഭ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ മരണത്തിൻ്റെ മണിക്കൂറിനായി നമ്മെ തന്നെ ഒരുക്കാൻ സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെ ലുത്തിനിയായിൽ സഭ പെട്ടെന്നുള്ളതും മുൻകൂട്ടി കാണാത്തതുമായ മരണത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ദൈവമാതാവിനോട് പ്രാർത്ഥിക്കാനും സൗഭാഗ്യപൂർണമായ മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിന് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാനും സഭ ആവശ്യപ്പെടുന്നു. കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1014 ഖണ്ഡിക.